കലാശക്കൊട്ടിൽ പങ്കെടുക്കേണ്ട എന്ന കാര്യത്തിൽ വിശദീകരണവുമായി തൃണമൂൽ കോൺഗ്രസ് നേതാവും നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവർ കലാശക്കൊട്ട് ഒഴിവാക്കിയത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. യഥാർത്ഥ കലാശക്കൊട്ട് 19-നാണ്. അന്ന് പിണറായി സത്തിന്റെ ശവപ്പെട്ടിയിലെ അവസാന ആണിയും അടിക്കും. തന്റെ പ്രവർത്തകർ ഇപ്പോൾ ഫീൽഡിലാണെന്നും അൻവർ പറഞ്ഞു. വലിയ ഗതാഗതക്കുരുക്കാണ് നിലമ്പൂരിൽ. കലാശക്കൊട്ട് നടത്തി അത് കൂട്ടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 75,000-ൽ കുറയാത്ത വോട്ട് തനിക്ക് ലഭിക്കും. CPM-ൽ നിന്ന് 35 മുതൽ 45% വരെയും UDF-ൽ നിന്ന് 25% വോട്ടും തനിക്ക് ലഭിക്കും. 35,000-ന് മുകളിൽ സ്വരാജ് കയറില്ല. 45,000-ന് മുകളിൽ ഷൌക്കത്തും എത്തില്ല. താൻ മത്സരിക്കാൻ ഉദ്ദേശിച്ചതല്ല, ദൈവമാണ് തന്നെ നിയോഗിച്ചതെന്നും അൻവർ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നാണ് പലരും പറഞ്ഞത്. ഗോവിന്ദൻ മാഷിനോട് ഒരു ചോദ്യം: ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജ് തോറ്റാൽ മുഖ്യമന്ത്രി രാജിവെക്കുമോ എന്ന് ഗോവിന്ദൻ മാഷ് പറയണം. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുമോ? തോറ്റാൽ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രിയോട് രാജിവെക്കാൻ CPM നേതൃത്വം തയ്യാറാകുമോ? അൻവർ ചോദിച്ചു. ഈ തെരഞ്ഞെടുപ്പ് LDF-ന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാവുകയാണ്. സർക്കാരിന്റെ 99% സംവിധാനങ്ങളും ഇവിടെയുണ്ട്. പണം കൊടുത്ത് വോട്ട് വാങ്ങാനാണ് ശ്രമം. ഇവിടെ പ്രവർത്തകർക്ക് റോളില്ല. മരുമോന്റെ ഈവന്റ് മാനേജ്മെന്റാണ് എല്ലാം ചെയ്യുന്നതെന്നും അൻവർ പരിഹസിച്ചു. VV പ്രകാശിന്റെ ഒരു ഫോട്ടോ പോലും ഷൌക്കത്തിന്റെ പോസ്റ്ററിലില്ല. VV പ്രകാശിന്റെ ഒപ്പം ഉള്ളവരുടെ വോട്ട് ഷൌക്കത്തിന് ലഭിക്കില്ല. ഞാൻ പരമാവധി മനുഷ്യരെ കാണാൻ പോകുന്നു എന്നാണ് ഷൌക്കത്ത് പറഞ്ഞത്. അപ്പോൾ VV പ്രകാശിന്റെ കുടുംബം മനുഷ്യരിൽപ്പെട്ടവർ അല്ലേ എന്നും അൻവർ ചോദിച്ചു.